അപ്പം ഇത് ജോഹൻ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിവിടെ ഗിഡാൻസ്ക് സോപ്പോട്ട് ഹിൽ അവിടെയൊക്കെ ഫുള്ള് കറങ്ങാൻ പോയപ്പോഴത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സ്ഥലത്ത് പോയ വീഡിയോസായിട്ടല്ല എടുത്തത്. കാരണം നല്ല അന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും മഴയും ഒരുമാതിരി ഒരു വെതറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൂടി ഒന്നിച്ചൊരു വീഡിയോ ആക്കി ഇടുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇത്രയൊരു സ്ഥലത്തില്ല. പിന്നെ എൻ്റെ എന്താ പറയുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ക്രൂക്ക്ഡ് ഹൗസ് കാണണമെന്ന്. കാരണം ഞാൻ സമ്മർ വെക്കേഷന് ഫുള്ള് പണിയെടുത്തത് ഗിഡാൻസ്കിലായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ കാണാനും ഒക്കെ ഒത്തിരി വട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ ക്രൂക്ക്ഡ് ഹൗസ് എനിക്ക് കാണാൻ പറ്റിയില്ല. അത് സോപ്പോട്ടിലായിരുന്നു കേട്ടോ. സോപ്പോട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം പോകാൻ എനിക്കത് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഫസ്റ്റിന് നമ്മൾ അതെല്ലാം പോയി കണ്ടു. പിന്നെ അവിടെയൊക്കെ കറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര കാറ്റും മഴയും തണുപ്പും. മഞ്ഞൊന്നും കാണുന്നില്ലെങ്കിലും മഞ്ഞില്ലാന്ന് വെച്ച് നിങ്ങൾ തണുപ്പില്ലാന്ന് വിചാരിക്കരുത്. നല്ല തണുപ്പായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു ഏരിയയുടെ ആണോ എനിക്ക് അറിഞ്ഞൂടാ, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്വാൻ്റെ ഒക്കെ കുറേ നേരമൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്തൊക്കെ പോകാട്ടോ, അതൊന്നും ചെയ്യത്തൊന്നുമില്ല അങ്ങനെ. പിന്നെ നമ്മൾ അവിടെ എല്ലാം കണ്ടിട്ട് പിന്നെ ലാസ്റ്റായിട്ട് ഗിഡാൻസ്ക് ഓൾഡ് ടൗണിലും കൂടി കണ്ടിട്ട് പോകാമെന്നായിരുന്നു. കാരണം ജോഹൻ അങ്ങോട്ട് വന്ന ഫസ്റ്റ് ടൈം. അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട്, ജോഹൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ച ബാക്കി എല്ലായിടത്തും എല്ലാം കാണാം എന്നുള്ള ഇതായിരുന്നു. പക്ഷേ എന്നാലും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. എല്ലായിടത്തും നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ വരുമായിരുന്നു. കാരണം ഈ തണുപ്പ് കാരണം അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, ഒരുമാതിരി ഭയങ്കര കാറ്റും വല്ലാത്തൊരു തണുപ്പുമായിരുന്നു. പിന്നെ ഈ ഓൾഡ് ടൗണിൽ ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച സമ്മറിനൊക്കെ ആൾക്കാർ ഇതുപോലെ കാണത്തുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, വിൻ്ററിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഈ പുള്ളെടുക്ക പോയിട്ട് പുള്ളെടുക്കുന്ന എന്താ പറയുക ഈ സാധനമൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ കയറിയപ്പോൾ ഒരു പുള്ളി നമ്മളോട് ഭയങ്കര കമ്പനിയായി. പുള്ളിയാണെങ്കിൽ നല്ല പച്ച പോളിഷാണ് പറഞ്ഞത്. ചിലത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ശരിക്കും പെട്ടുപോയായിരുന്നു. ജോഹൻ്റെ ഇരിപ്പ് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല. പിന്നെ ബിഡ്ഗോഷ് എത്തി. അപ്പോൾ അത്രേ ഉള്ളൂ.